ഏറ്റവും ബഹുമാനപ്പെട്ട ജോർജ് തോമസ് അച്ഛ, പ്രിയ വർഗീസ് മലയിൽ അച്ഛ, അഗസ്റ്റിൻ ബ്രദർ, പ്രസൂന സിസ്റ്റർ, പ്രിയ ഇടവക അംഗങ്ങളെ, 8 നോയമ്പിൻ്റെ 4-ാം ദിനം നമ്മുടെ ചിന്തയ്ക്കായി സഭ നൽകിയിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 45 വരെയുള്ള തിരുവചനങ്ങളാണ്. മറിയം, എലിസബത്ത് എന്നീ 2 സ്ത്രീകളുടെ കണ്ടുമുട്ടലിലൂടെ യേശുവും മുന്നോടിയായ സ്നാപക യോഹന്നാനും തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ചയുടെ ഈ വചനഭാഗത്തിൻ്റെ സന്ദേശം നമുക്കായി ഇന്ന് നൽകുന്നത് ബഹുമാനപ്പെട്ട സൂസൻ വർഗീസ് ടീച്ചറാണ്. സാധ്യമാകുന്ന എല്ലാ ദിവസങ്ങളിലും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് അതിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് തൻ്റെ സാന്നിധ്യവും സഹകരണവും ആവശ്യമായ ഇടങ്ങളിൽ നിശബ്ദമായി സേവനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സൂസൻ വർഗീസ് ടീച്ചർ. ടീച്ചറിൻ്റെ കുടുംബം, ഭർത്താവ് ശ്രീമാൻ ജോർജ് വർഗീസ് ബിസിനസ്സുകാരനാണ്. 2 ആൺമക്കൾ പ്രശാന്തും പ്രദീപും എഞ്ചിനീയറും ആർക്കിടെക്റ്റുമാണ്. 2 പേർക്കും 2 കുഞ്ഞുങ്ങൾ വീതം. പഠനത്തിൽ അതീവ സമർത്ഥയായ സൂസൻ ടീച്ചർ MSc കെമിസ്ട്രി യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡറാണ്. മാറിവാനിയസ് കോളേജ് കെമിസ്ട്രി വിഭാഗത്തിൽ അധ്യാപികയായി ഔദ്യോഗിക ജീവിതത്തിൽ പ്രവേശിച്ചു. കുട്ടികളുടെ പ്രിയപ്പെട്ട അധ്യാപിക, സഹപ്രവർത്തകരുടെ പ്രിയ സുഹൃത്ത്. ഔദ്യോഗിക ജീവിതത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റവും കൃത്യനിഷ്ഠയോടും സത്യസന്ധതയോടും ചെയ്യുന്നതിനോടൊപ്പം ഭർത്താവിൻ്റെ ബിസിനസ് തിരക്കുകൾക്കിടയിൽ കുടുംബജീവിതത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും, വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളുടെ സംരക്ഷണവും കുട്ടികളുടെ പഠനകാര്യവുമൊക്കെ ഏറ്റവും ഭംഗിയായി നിർവഹിക്കാൻ സാധിച്ചത് ടീച്ചറിൻ്റെ പ്രാർത്ഥനാ ജീവിതം ഒന്നുകൊണ്ട് മാത്രമാണ്. സർവീസിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ആശ്രയ എന്ന സന്നദ്ധ സംഘടനയുമായി ചേർന്ന് RCCയിലെ രോഗികൾക്ക് ടീച്ചർ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് നാം വായിച്ചു കേട്ട വചനഭാഗത്തിൽ പറഞ്ഞതുപോലെ തൻ്റെ ക്ഷീണിത അവസ്ഥയിലും ചാർച്ചക്കാരിയായ എലിസബത്തിനെ സന്ദർശിച്ച് അവൾക്ക് ശുശ്രൂഷ ചെയ്ത പരിശുദ്ധ മറിയത്തിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട് അനേകരിലേക്ക് ടീച്ചറിൻ്റെ ശുശ്രൂഷ എത്തുവാൻ കഴിയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥനയോടെ ആശംസിച്ച് ടീച്ചറിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ അമ്മമാർക്ക് എല്ലാ മാർഗനിർദ്ദേശവും പിന്തുണയും പ്രാർത്ഥനയും നൽകുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ വികാരി അച്ഛൻ ജോർജ് തോമസ് അച്ഛൻ ഏറ്റവും നന്ദിയോടെ ഓർത്ത് അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. പ്രിയ കൊച്ചച്ഛൻ വർഗീസ് മലയിൽ അച്ഛൻ, അഗസ്റ്റിൻ ബ്രദർ, പ്രസൂന സിസ്റ്റർ, എല്ലാ ഇടവകങ്ങളെയും എല്ലാവരെയും കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് സൂസൻ ടീച്ചറിനെ സ്മരിക്കാം. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രിയ ബഹുമാനപ്പെട്ട ജോർജ് തോമസ് അച്ഛ, ബഹുമാനപ്പെട്ട കൊച്ചച്ഛ, ബഹുമാനപ്പെട്ട ചെമ്മാച്ച, പ്രിയപ്പെട്ട സിസ്റ്റർ, പ്രിയപ്പെട്ട ഇടവകാംഗങ്ങളെ, പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനന പെരുന്നാളിന് ഒരുക്കമായി നടത്തപ്പെടുന്ന പ്രാർത്ഥനയുടെയും നോമ്പിൻ്റെയും 4-ാം ദിവസം. യേശു ക്രിസ്തുവിൻ്റെ രക്ഷാകര പദ്ധതിയിൽ മറ്റാരേക്കാളും സ്ഥാനം പരിശുദ്ധ മറിയത്തിനുണ്ട്. സ്ത്രീകളിൽ മറ്റാർക്കും ലഭിക്കാത്ത മഹനീയ ഭാഗ്യം, ആ ദൈവമാതൃസ്ഥാനം ഏറ്റവും എളിമയോടെ മറിയം ഏറ്റുവാങ്ങി. മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ പ്രത്യാശയും സന്തോഷത്തിൻ്റെ കാരണവും അവളിൽ നിന്ന് ജനിച്ചു. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 45 വരെയുള്ള തിരുവചനമാണ് ഇന്നത്തെ നമ്മുടെ വിചിന്തനത്തിനായി തന്നിരിക്കുന്നത്. മറിയം എലിസബത്തിനെ സന്ദർശിക്കുന്നു എന്ന പേരിലാണ് ഈ വേദഭാഗം അറിയപ്പെടുന്നത്. ദൈവപുത്രനായ യേശുവിനെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് പരിശുദ്ധ മറിയം സ്നാപക യോഹന്നാനെ ഉദരത്തിൽ വഹിക്കുന്ന എലിസബത്തിനെ സന്ദർശിക്കുന്ന സംഭവമാണ് ഈ സുവിശേഷം വിവരിക്കുന്നത്. പ്രായാധിക്യത്തിൽ സംഭവിച്ച ഗർഭധാരണത്തെ ലജ്ജാകരമായി കരുതി അടച്ചിട്ട മുറിയിൽ കഴിയാൻ എലിസബത്ത് തയ്യാറാകുമ്പോൾ മറിയം യേശുവിനെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് യൂദയായിലേക്ക് തിടുക്കത്തിൽ യാത്ര ചെയ്യുന്നു. മലമ്പ്രദേശത്തു കൂടിയുള്ള ഈ യാത്ര ബുദ്ധിമുട്ട് നിറഞ്ഞതാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. പരിശുദ്ധ അമ്മയുടെ എളിമയും ശുശ്രൂഷാ മനോഭാവവും ചാർച്ചക്കാരുടെ നന്മയിലുള്ള സന്തോഷവും പ്രാർത്ഥനയിൽ വൃദ്ധദമ്പതികളെ ബലപ്പെടുത്താനുള്ള ആഗ്രഹവും തുടങ്ങി വിവിധങ്ങളായ ഭൗതികവും ആത്മീയവുമായ പുണ്യങ്ങൾ നമുക്ക് ഈ പ്രവൃത്തിയിലൂടെ മാതാവിൽ ദർശിക്കാൻ സാധിക്കും. എന്നാൽ ഇത് സാധാരണ ബന്ധുക്കൾ തമ്മിലുള്ള ഒരു സന്ദർശനം മാത്രമല്ല, ദൈവികമായ ഒരു സംഗമമാണ്. അതിൻ്റെ ആത്മീയ പ്രാധാന്യം ഏറെ വലുതാണ്. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി,
കർത്താവ് നിന്നോടുകൂടെ എന്ന മാലാഖയുടെ അഭിവാദന സ്വരം കേൾക്കുകയും ദൈവദൂതൻ കർത്താവിൻ്റെ തിരുഹിതം അറിയിക്കുകയും ചെയ്തപ്പോൾ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് സ്വയം സമർപ്പിച്ച കന്യകയിൽ അത്യുന്നതൻ്റെ ശക്തി ആവസിച്ചു. വിസ്മയകരമാംവിധം വചനം അവളിൽ മാംസം ധരിച്ചു. ദൈവചൈതന്യം അവളെ വലയം ചെയ്തു. മനുഷ്യബുദ്ധിക്ക് അതീതമാംവിധം വചനമായ യേശു എന്ന രഹസ്യം തൻ്റെ ഉദരത്തിൽ ഉരുവാകുകയും തൻ്റെ ഇളയമയിലും ദൈവം ഇടപെട്ടു എന്ന് കേൾക്കുകയും ചെയ്തപ്പോൾ പരിശുദ്ധാത്മ പ്രേരണയാൽ അവൾ സെക്കറിയായുടെ ഭവനത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. ഭവനത്തിലെത്തിയ മറിയം എലിസബത്തിനെ അഭിവാദനം ചെയ്തപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. ഈ ചലനം സാധാരണ ഒരു ഗർഭസ്ഥ ശിശുവിൻ്റെ ചലനമല്ല. യേശുവിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞതിലുള്ള ആനന്ദ പ്രകടനമാണ്. ലൂക്കായുടെ സുവിശേഷ ദർശനത്തിൽ ഈ കുതിച്ചുചാട്ടം സമാഗതമായ രക്ഷയുടെ ആനന്ദത്തെയും ദൈവാത്മ നിറവിനെയും സൂചിപ്പിക്കുന്നു. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും എന്ന് ഗബ്രിയേൽ മാലാഖ സെക്കറിയ പുരോഹിതനോട് പറഞ്ഞിരുന്നത് ഇവിടെ നിവൃത്തിയായി. അപ്പോൾ പരിശുദ്ധ മാതാവിൻ്റെ ഈ സന്ദർശനത്തിൻ്റെ ദൈവിക പദ്ധതി യോഹന്നാൻ സ്നാപകന് പരിശുദ്ധാത്മാവിനെ നൽകുക എന്നതായിരുന്നു. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അവൾ മുഴുവൻ ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞു, നീ സ്ത്രീകളിൽ അനുഗ്രഹീത, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ മറിയത്തിൻ്റെ അനന്യമായ പങ്ക് എലിസബത്ത് തിരിച്ചറിഞ്ഞു. എലിസബത്തിലൂടെ കർത്താവ് പറഞ്ഞ ദൈവവചനമാണിത്. ഈ ദൈവവചനമാണ് കൃപ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയിൽ നമ്മൾ ചൊല്ലുന്നത്. വീണ്ടും ലൂക്ക 1:43 എലിസബത്ത് ഇപ്രകാരം പറഞ്ഞതായി നാം വായിക്കുന്നുണ്ട്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്നാണ്? യേശു ജനിക്കുന്നതിന് മുമ്പ് തന്നെ യേശു കർത്താവാണെന്ന് തിരിച്ചറിയുന്നു. എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന ഈ പദവി യേശുവിൻ്റെ ദിവ്യത്വത്തിൻ്റെയും മറിയത്തിൻ്റെ ദൈവമാതൃത്വത്തിൻ്റെയും ഇരട്ട രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നു. ഭയം, സംശയം, സാമൂഹ്യ വിധി എന്നിവയ്ക്കുള്ള സാധ്യതകളെ മറികടന്ന് മറിയം ദൈവത്തിൻ്റെ വാക്കുകളിൽ വിശ്വസിച്ചു. ഇന്നത്തെ ഈ വേദഭാഗം വിശ്വാസത്തിൻ്റെ, ദൈവിക അംഗീകാരത്തിൻ്റെ, ആനന്ദത്തിൻ്റെ ഒരു ആഘോഷമാണ്. ദൈവ സാന്നിധ്യം പ്രതീക്ഷിക്കാത്ത രീതികളിലും സമയങ്ങളിലും ആനന്ദം കൊണ്ടുവരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളെ നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയാനും മറിയവും എലിസബത്തും പ്രകടിപ്പിച്ചതുപോലെ വിശ്വാസത്തോടും ആനന്ദത്തോടും കൂടിയുള്ള പ്രതികരണം നൽകാനും ഈ വേദഭാഗം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. പരിശുദ്ധ മറിയത്തോട് നമ്മളെല്ലാവരും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ പലപ്പോഴും ഈ ജപമാല പ്രാർത്ഥനയ്ക്കിടയിൽ എൻ്റെ ശ്രദ്ധ മാറിപ്പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ 2 വാക്കുകളിൽ ഒതുങ്ങുന്ന ഒരു ചെറിയ പ്രാർത്ഥനയാണ് എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കുന്നത്. എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ എന്ന്. എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ. എൻ്റെ ഏതു സമയത്തും എപ്പോഴും മനസ്സിൽ ഉരുവിടാവുന്ന ഈ കുഞ്ഞു പ്രാർത്ഥന എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും ദുഃഖങ്ങളിലും എനിക്ക് ഏറെ ആശ്വാസവും ധൈര്യവും നൽകുന്നു. നിസ്സഹായതയുടെ നിമിഷങ്ങളിൽ സഹായമായും നിരാശയുടെ നിമിഷങ്ങളിൽ പ്രത്യാശയായും കടന്നു വരുന്ന നമ്മുടെ നല്ല അമ്മ. ഈശോ അമ്മയെന്ന് വിളിച്ച ആളിനെ നമുക്കും അമ്മയെന്ന് വിളിക്കാൻ സാധിക്കുന്നു. സ്വർഗം നമുക്ക് തന്നിട്ടുള്ള, ഈശോ നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ സമ്മാനങ്ങളിലൊന്ന് എൻ്റെയും നിങ്ങളുടെയും ഈശോയുടെയും അമ്മ തന്നെയാണ്. പരിശുദ്ധ അമ്മയുടെ ജനന പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ മാതാവിൻ്റെ ജീവിത മാതൃക പിന്തുടരുവാനും അമ്മയെപ്പോലെ താഴ്മ ധരിക്കുവാനും അതുവഴി ലഭിക്കുന്ന ദൈവിക അനുഭവത്തെ ആസ്വദിക്കുവാനും പങ്കിടുവാനും നമുക്കേവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന ബഹുമാനപ്പെട്ട ജോർജ് തോമസ് അച്ഛന് സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. എന്നെ ഇവിടെ സ്വാഗതം ചെയ്ത ഡോക്ടർ ബിനിമോൾ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അത്രയ്ക്കുള്ള യോഗ്യതയൊന്നും എനിക്കില്ല.
ടീച്ചറിനും പ്രത്യേകം നന്ദി. അതുപോലെ MCMF ഭാരവാഹികൾക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്ന് നമുക്ക് വേണ്ടി വചന വിചിന്തനം നടത്തിയത് സൂസൻ ടീച്ചറാണ്. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതയാണ് ടീച്ചർ. പ്രത്യേകമായി നമുക്ക് പറഞ്ഞു തന്നത് പരിശുദ്ധ അമ്മ എലിസബത്തിനെ സന്ദർശിച്ചപ്പോൾ ആ ഒരു സംഗമം എന്നുള്ളത് ഒരു ദൈവിക സംഗമമാണ് എന്ന് ടീച്ചർ നമ്മളെ ഓർപ്പിക്കുകയാണ്. അത് വെറും ഒരു ബന്ധുക്കാർ തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ചയല്ല, പിന്നെയോ അതിനും അപ്പുറത്തേക്ക് അതൊരു ദൈവിക സംഗമമാണ് എന്ന് ടീച്ചർ നമ്മെ ഓർപ്പിക്കുകയായിരുന്നു. അതിനുശേഷം ടീച്ചർ പറഞ്ഞു വയ്ക്കുകയായിരുന്നു, അതായത് ഇവർ തമ്മിലുള്ള ഈ ഒരു കൂടിക്കാഴ്ച അത് പരിശുദ്ധ അമ്മ, അതിൽ എലിസബത്ത് പരിശുദ്ധ അമ്മയെ വിശേഷിപ്പിക്കുന്ന വാക്കുകൾ എപ്രകാരം കൃപ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന, നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുമായി എപ്രകാരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ടീച്ചർ നമ്മെ ഓർമ്മിപ്പിച്ചു. ഏറ്റവും ഒടുവിൽ ടീച്ചർ നമ്മളോട് പറഞ്ഞു, ഈ ഒരു പുത്രനായ ദൈവത്തിൻ്റെ ആ ഒരു രക്ഷാകര പദ്ധതിയിൽ പരിശുദ്ധ അമ്മയ്ക്ക് എന്തുമാത്രം പങ്കുണ്ട് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയായിരുന്നു. വ്യക്തിപരമായ നമ്മുടെ ജീവിതത്തിൽ ഈശോ പരിശുദ്ധ അമ്മയെ അമ്മ എന്ന് വിളിക്കുന്നത് പോലെ തന്നെ അപ്രകാരം ആ ഒരു സ്വാതന്ത്ര്യം ഉപയോഗിച്ച് നമ്മളും പരിശുദ്ധ അമ്മയെ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ തന്നെ മാതാവായി സ്വീകരിക്കുന്നതിൻ്റെ ആ ഒരു ആധ്യാത്മിക ഭാഗത്തെക്കുറിച്ച് ടീച്ചർ പങ്കുവയ്ക്കുകയായിരുന്നു. തീർച്ചയായും വളരെ ചുരുങ്ങിയ വാക്കുകളിൽ വളരെ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ എപ്രകാരം വ്യക്തിപരമായ ആ ഒരു ബന്ധത്തിലേക്ക് ആഴമായി പരിശുദ്ധ അമ്മയുടെ ആ ഒരു നിഷ്കളങ്കമായ കാപട്യമില്ലാത്ത ആ ഒരു സ്നേഹത്തിലേക്ക് എപ്രകാരം ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് സാധിക്കും, അതിൻ്റെ വിവിധ സാധ്യതകളെക്കുറിച്ച് ടീച്ചർ നമ്മെ ഓർമ്മിപ്പിക്കുകയായിരുന്നു. തീർച്ചയായും വളരെ ഈ ഒരു പ്രോഗ്രാം, ഈ ഒരു സന്ദേശം നൽകുന്നത് തന്നെ തീർച്ചയായും അഭിനന്ദനാർഹമാണ്. ഇന്ന് ഈ ഒരു സന്ദേശം നൽകിയ ടീച്ചർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇടവകയുടെ പേരിലും അതോടൊപ്പം തന്നെ നമ്മുടെ വികാരിയച്ഛൻ്റെയും മറ്റ് കമ്മിറ്റി അംഗങ്ങളുടെ എല്ലാവരുടെയും പേരിൽ പ്രത്യേകമായ ആശംസകളും അതോടൊപ്പം തന്നെ എല്ലാവിധ നന്ദിയും നേരുന്നു. ഈ സമയം നമുക്ക് ആശീർവാദത്തിനായിട്ട് ദൈവത്തിൻ്റെ സ്നേഹവും യോവറിലേക്ക്